ത്രിയേക ദൈവത്തിന് സ്തുതി. ഏറ്റവും ബഹുമാനമുള്ള റോബിൻ സാർ എന്നൊക്കെ നമ്മളിപ്പോൾ വിളിക്കുകയാണ്. എന്നാലും നമുക്ക് ഏറെ സ്നേഹം അനുഭവിച്ചറിയുവാൻ സാധിച്ച നിമിഷങ്ങളൊക്കെ അത് റോബിൻ സാറിന്റെ കൂടെയാണ്, ചാപ്ലിന്റെ കൂടെയാണ്. ഇവിടെ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ഒരു സഹോദര തുല്യമായ സ്നേഹം കൊണ്ടും നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലൊക്കെ കടന്നു പോകുമ്പോഴും ഒരേ രീതിയായിട്ടുള്ള അനുഭവങ്ങളും നേരിടേണ്ട ഒരു അവസ്ഥയും അതിൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും എല്ലാ ചലഞ്ചസിനെ തളർന്നു ചെയ്യുവാൻ ദൈവം നൽകുന്ന എല്ലാ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. സഹോദര എബനേസർ മാർത്തോമ പള്ളിയിലെ ഞാൻ ആയിരിക്കുന്ന നിമിഷം മുതൽ എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് റോബിൻ ചാൻ. റോബിൻ ചാനെ നമുക്ക് അന്നു മുതലേ അവർ പറഞ്ഞു കേട്ടതും നമ്മൾ അനുഭവിച്ചറിഞ്ഞതായിട്ടുള്ള സ്നേഹം വളരെയധികമാണ്. ഇത് കഴിഞ്ഞിട്ടാണ് കൊല്ലത്ത് ഞാൻ വരുന്നത്. അവിടെ നേരത്തെ ഒരുപാട് ശുശ്രൂഷ ചെയ്ത് ട്രിവാൻഡ്രത്തേക്ക് മാറിയ ഒരു വ്യക്തിയാണ്. കൊല്ലത്ത് നിന്ന് ഞാൻ ആന്ധ്ര ഒറീസ ഒക്കെ ഒന്ന് കറങ്ങി മടങ്ങി വീണ്ടും വന്നത് ട്രിവാൻഡ്രത്തിലേക്കാണ്. അത് റോബിൻ ചാനുള്ള സ്ഥലത്ത് തന്നെയാണ്. ഒരുമിച്ച് ശുശ്രൂഷകളെ ചെയ്യുവാൻ സാധിച്ചു. ഏറെ സന്തോഷത്തെ ഓർക്കുന്ന ഒരു സംഭവം എബനേസർ മാർത്തോമ പള്ളിയിലെ പേരൂർക്കടയിൽ ചെയ്ത ഒരു VBS ആണ്. ആ VBS ഒരു ഒന്നൊന്നര VBS ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അന്നേരം പാടുന്നു, അന്നേരം ആക്ഷൻസ് ചെയ്യുന്നു, എല്ലാം ഇൻസ്റ്റന്റ് ആണ്, എല്ലാം അന്നേരം ചെയ്യുകയാണ്. പാട്ട് പാടിയിട്ട് റോബിൻ ചാൻ തിരിഞ്ഞിങ്ങോട്ട് പറയും, അച്ഛാ നമുക്ക് ആക്ഷൻ കളിക്കാം അല്ലേ? ഞാൻ പറഞ്ഞു, ഏത് ആക്ഷന്, എവിടുത്തെ ആക്ഷന്? നമുക്കങ്ങ് ചെയ്യാമെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ എബനേസർ മാർത്തോമ പള്ളിയിലെ പേരൂർക്കടയിലെ ഏറ്റവും നല്ല VBS സമ്മാനം ചെയ്തത് റോബിൻ ചാൻ ആയിരുന്നു. അപ്പോ ഈ എല്ലാ കാര്യങ്ങളിലും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ആദ്യമായിട്ട് കുവൈറ്റിലൊരു VBS എടുക്കണം, 1000 പരം കുഞ്ഞുങ്ങൾ കാണും എന്നൊക്കെ പറഞ്ഞപ്പോൾ അഭയം പ്രാപിച്ചത് ഞാൻ റോബിൻ ചാനാണ്. നേരെ റോബിൻ ചാൻ പറഞ്ഞു, എന്നെ രക്ഷിക്കണം. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് ചേരുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലായ്പ്പോഴും നല്ല ഒരു കൂട്ടുകാരനായി, സഹോദരനായി മിനിസ്ട്രിയിലൊക്കെ നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നു. ഞാൻ ടെക്നോ പാർക്കിൽ ഒരു പ്രാവശ്യം വന്ന് ദൈവോചനം പ്രഘോഷിച്ചതായിട്ടുള്ള ഈ സമയത്ത് ഓർക്കുകയാണ്. ടെക്നോ പാർക്കിന്റെ അവർക്ക് വേണ്ടിയൊക്കെ ഉള്ളത്. അങ്ങനെ ഈ ഒരു സമയത്ത് മെഡിക്കൽ ഫെലോഷിപ്പിന് ഒരുമിച്ച് ചേർന്ന് നിന്ന് ദൈവോചനം പ്രഘോഷിക്കുവാൻ അവസരം ഒരുക്കി തന്നതായിട്ടുള്ള റോബിൻ ചാനോടുള്ള നന്ദി സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരോടുള്ള നന്ദി സമയത്ത് അറിയിക്കുന്നു. പലരെയും ഞാൻ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. ലിജോ ആണ് ആകെ എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയുടെ. അത് ബ്ലൂം ഫെസ്റ്റിൽ പോയി 1-2 ദിവസം കൂടെ താമസിച്ചുകൊണ്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ നിങ്ങളെല്ലാം കാണുവാനും പരിചയപ്പെടുവാനും ദൈവവചനത്തിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. റോബിൻ ചാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ സ്നേഹതീരം എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ 3-ാമത്തെ വർഷം ഞാൻ ശുശ്രൂഷ ചെയ്തു വരികയാണ്. HIV/AIDS പേഷ്യൻസിന്റെ ഒരു പ്രോജക്റ്റ് ആണെന്ന് പറയുകയുണ്ടായല്ലോ. ഞാൻ എല്ലായ്പ്പോഴും ഇവരോട് പറയുന്ന ഒരു വാക്കുണ്ട്, ബി ആ ഫാമിലി. ഇതൊരു പ്രോജക്റ്റ് എന്ന് കരുതരുത്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല് ഇതൊരു മീറ്റിംഗ് ആണ്. അതായത് എന്താ മീറ്റിംഗ് ആണ്? ഇതൊരു മണ്ണന്തലയിൽ നടക്കുന്ന ഒരു മീറ്റിംഗ്. കേരളവും തമിഴ്നാട് 2 സ്ഥലത്ത് നമുക്ക് മീറ്റിങ്ങുകൾ നടക്കാറുണ്ട്, ഫെലോഷിപ്പ് മീറ്റിംഗ്. ഒന്ന് മണ്ണന്തല മീറ്റിങ്ങും 2 മഞ്ഞാലമുട മീറ്റിംഗ് എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. അപ്പൊ ഞാൻ എല്ലായ്പ്പോഴും പറയാൻ വേണ്ടി ശ്രമിച്ചതാണ്, ഇത് മണ്ണന്തല മീറ്റിംഗ് ആണെങ്കിൽ അവിടെ ജംഗ്ഷൻ ഉണ്ട്, 4 കവലയുള്ള ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെയാണ് മണ്ണന്തല. ഇത് സ്നേഹതീരമാണ്. ഇത് സ്നേഹതീരമാണ്. ഈ വാക്ക് ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അറിയാതെ ഒരു കുളിർമ ഉണ്ടാകണം. നമ്മളെ പരിപാലിക്കുകയും നമ്മളെ രക്ഷിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു കുടുംബം. അതുകൊണ്ട് ഒരു 166 കുടുംബങ്ങൾ അടങ്ങുന്ന 193 കുഞ്ഞുങ്ങൾ അടങ്ങുന്ന ഒരു കുടുംബമാണ് സ്നേഹതീരം. ഒരേ രീതിയിലെ ഉള്ള പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്നവർ, വിക്ടിമായി പോയ ഒരുപാട് പേര് നമുക്ക് സ്നേഹതീരത്തിലുണ്ട്. കുഞ്ഞുങ്ങളായിരിക്കാം, അവർ അറിയാതെ ലഭിച്ചു പോയ HIV കൊണ്ട് ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്ത കുഞ്ഞുങ്ങൾ. എത്രമാത്രം കൗൺസിലിംഗ് ചെയ്തിട്ടാണ് അവരെ ഈ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നത്. ഇന്നലെ ഒരു പയ്യനെ വിളിച്ച് പറഞ്ഞ ഒരു സന്തോഷ വാർത്തയുണ്ട്. അവന് MSW പഠിച്ചു. സ്നേഹതീരമാണ് അവന്റെ ചെറുപ്പം മുതൽ മുഴുവൻ പഠിപ്പിച്ചത്. അപ്പോൾ അവന് MSW കംപ്ലീറ്റ് ചെയ്തു. തൃശ്ശൂരില് ഒരു സ്കൂളില് അവനൊരു കൗൺസിലറായിട്ട് ജോലി കിട്ടി എന്നൊക്കെ
അറിഞ്ഞപ്പോൾ, അവന് തൃശ്ശൂരിലേക്ക് അടുത്ത ആഴ്ച ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ അറിയാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു. ഇതിന്റെ ഒറ്റ കാരണമാണ് ജീവിതം അവസാനിക്കാൻ തുടങ്ങിയ ചില കുഞ്ഞുങ്ങളാണ് ഇവരെല്ലാം. കുറേ വർഷത്തിന് മുമ്പ് ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ്, ആത്മഹത്യയുടെ വക്കിൽ പോയവരാണ്, വേദനയുടെ അങ്ങേ അറ്റം സഹിച്ചവരാണ്. അവരോട് പറയുന്നു, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു ഒരു കുടുംബമാണ് സ്നേഹതീരം. അതുകൊണ്ട് ഇന്ന് അവന് MSW പഠിച്ചിട്ടുണ്ട്, TTC പഠിച്ച ഒരു പെങ്കൊച്ചുണ്ട്. അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണക്കെടുത്തപ്പോൾ 252 പേരാണ് ഈ സ്നേഹതീരത്തിൽ ഇന്ന് ഉപരിപഠനം നടത്തി നല്ല ജോലികളിലും നല്ല കുടുംബ ജീവിതത്തിലൊക്കെ പ്രവേശിച്ചു പോയിട്ടുള്ളവർ 252 പേര്. അതായത് ഒരു ജനസമൂഹത്തെ, ഒരു കുടുംബങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനും ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു ഹീലിംഗ് നൽകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് 3 വർഷം മുമ്പ് ഞാൻ ഇവിടെ വരുമ്പോൾ പേരൂർക്കട പള്ളിയിലാണ് വരുന്നത്. പേരൂർക്കടയിൽ നിന്ന് പള്ളിയിൽ വരുമ്പോൾ പേരൂർക്കട പള്ളിയിലെ മിക്കവാറും ആളുകൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അച്ഛൻ പോകരുത്, അച്ഛൻ അങ്ങോട്ട് പോകരുത്, അച്ഛനെ നമുക്ക് വേറെ ഇടവകളിൽ നോക്കാം, നല്ല ഇടവകയിലേക്ക് പോകാം, ഏതെങ്കിലും വേറെ സിറ്റീസ് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ ഒരു നിമിഷം ഉണ്ടായിരുന്നു. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ദൈവം നൽകിയ വലിയ ഒരു പ്രത്യാശയും ബലവും അതാണ്. ദൈവം ഈ സമയത്ത് നിന്നെ അവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സമയം ദൈവം നിന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, യു ഷുഡ് ഗോ ദേർ. അപ്പോൾ മനസ്സിൽ ഇങ്ങനെ വന്ന ഒരു സംഭവമാണ്. കാരണം എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പപ്പ ലെപ്രസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്താണ്, RMO ആയിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ ലെപ്രസി മിഷനോട് കൂടെ ചേർന്ന് ഹോസ്കോട്ടെ മിഷനിൽ ലെപ്രസി പേഷ്യൻസ് ഇടയ്ക്ക് ജോലി ചെയ്തതാണ്. എൻ്റെ മമ്മി കമ്മ്യൂണിറ്റി ഹെൽത്തിന്റെ കെയറായിരുന്നു, അതുപോലെ തന്നെ HIV ഡെസ്കിലെ കൗൺസിലറായിട്ട് വർക്ക് ചെയ്തതാണ്. എൻ്റെ ചേച്ചി ഇപ്പോഴും ഹോസ്കോട്ടെ മിഷൻ ഹോസ്പിറ്റലിലെ നേഴ്സായിട്ട് ജോലി ചെയ്തു വരികയാണ്. എൻ്റെ ഭാര്യ നഴ്സിംഗ് പഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ റിലേറ്റീവ്സ് മുഴുവൻ എല്ലാവരും മെഡിക്കൽ ഫീൽഡിന്റെ ഒരു ടച്ചിലുള്ളവരാണ്. ഒരു ഹീലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് എല്ലായ്പ്പോഴും മനസ്സിലാക്കേണ്ടതും അത് ആവശ്യമുണ്ട് എന്നാണ് എൻ്റെ ഒരു വിചാരം. അതുകൊണ്ട് ഒരു ഡോക്ടേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റിയും പാരാമെഡിക്കൽ വർക്കേഴ്സിന്റെയും നഴ്സസിന്റെയും ഒരു കമ്മ്യൂണിറ്റി ആകുമ്പോൾ, മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഒരു കമ്മിറ്റി ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാൽ ദൈവവചനത്താൽ 1-2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, ഒരുമിച്ച് നമുക്ക് ഒന്ന് ധ്യാനിക്കാൻ വേണ്ടി, ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നത്. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹതീരത്തിന്റെ എല്ലാ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. സ്നേഹതീരത്തെ കുറിച്ച് പറയുമ്പോഴാണെങ്കിൽ ഞാൻ ഇന്ന് മുഴുവനും സ്നേഹതീരത്തെ കുറിച്ച് മാത്രം പറയാൻ വേണ്ടി ചിലപ്പോൾ സമയം എടുക്കേണ്ടി വരും. അതുപോലെ ധന്യമായ ശുശ്രൂഷ ദൈവത്തിന്റെ വലിയ കൃപയാൽ നടക്കുന്നു. കഴിഞ്ഞ കോവിഡിന്റെ ഒക്കെ സമയത്ത് എനിക്ക് ഒരു പള്ളിയിൽ പോകാൻ സാധിക്കാത്ത ഒരു അനുഭവമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച നിമിഷങ്ങളുണ്ട്. തീരെ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലാതായി പോയ സമയമുണ്ടായിരുന്നു. എന്നിട്ട് ദൈവത്തോടെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ ആകെ കളക്ഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പള്ളിയിൽ പോകണം. 2 പള്ളിയുണ്ട്, 2 ആഴ്ച ഇവിടെ കുർബാന എടുക്കും, ഇനി 2 ആഴ്ച ഏതെങ്കിലും പള്ളിയിൽ പോയാലേ ആ മാസത്തിന്റെ നടക്കുകയുള്ളൂ. അത്രമാത്രം ടെൻഷൻ അടിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വളരെയധികം നന്നായി, ഒരു മുടക്കം കൂടാതെ, ഒരു കാര്യവും തടസ്സം കൂടാതെ ദൈവം നടത്തി എന്നുള്ളത് ഏറെ സാക്ഷ്യമായിട്ട് ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന സംഭവമാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവം നടത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. വചനധ്യാനത്തിലേക്ക് നമുക്ക് കടക്കാവുന്നതാണല്ലോ. വചനധ്യാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായമാണ്. 5-ാമത്തെ അധ്യായം മുഴുവൻ അധ്യായം നമുക്ക് ധ്യാനിക്കാൻ ഉണ്ടെങ്കിലും അതിന്റെ 1-2 കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. 2 രാജാക്കന്മാരുടെ the book of 2 Kings chapter 5 verses through 1 to 14 ആണ് നമുക്ക് ഇന്ന് ദൈവവചന ധ്യാനത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത്. എന്നാൽ അതിന്റെ 2-3 വാക്യങ്ങൾ മാത്രം ആരെങ്കിലും ഒരാൾ വായിച്ച് സഹായിച്ചാൽ അത് ഏറ്റവും അനുഗ്രഹമായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത് 2-3 വാക്കുകളാണ്. അതായത് 5-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, 10-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യം. 1 മുതൽ 3, 10, 14. So 1 to 3. Yeah, from 1 through 3, then verses 10 and 14. Okay. 2 Kings chapter 5. 10 by Geethamam വായിക്കാം. 1 to 3 ഞാൻ വായിക്കാം. Okay, Geethamam, are you okay?
or Deepthi ma'am. Yeah, Deepthi ma'am. Okay. Deepthi ma'am, 2 King, verse. ഞാൻ 1 to 3 ഞാൻ വായിക്കാം. വായിക്കട്ടെ? No, 1 to 3 വായിച്ചു എന്നാൽ. Deepthi ma'am, 1 to 3. വായിക്കുവാണേ. Yeah. Yeah. 2 Kings chapter 5 verses 1 to 3. Now Naaman, captain of the host of the king of Syria, was a great man with his master and honorable, because by him the Lord had given deliverance unto Syria. He was also a mighty man in valor, but he was a leper. And the Syrians had gone out by companies and had brought away captive out of the land of Israel a little maid, and she waited on Naaman's wife. And she said unto her mistress, Would God, my Lord, were with the prophet that is in Samaria, for he would recover him of his leprosy. Verses 10. Verses 10. And Elijah sent a messenger to him, saying, Go and wash in the Jordan 7 times, and your flesh shall be restored, and you shall be clean. 14. 14, Susan ma'am. So Naaman went down to the Jordan, dipped himself in it 7 times, and Elisha had instructed, and he was completely cured. His flesh became firm and healthy like that of a child. മതി, പ്രാർത്ഥിക്കാം. സ്നേഹവനായ ദൈവമേ, നീ നൽകി തന്ന വചനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഇത് ധ്യാനിക്കുമ്പോൾ ഞങ്ങളോട് നീ ഇടപെടണമേ. ദൈവവചനം അടിയങ്ങൾക്ക് നന്മയ്ക്ക് നീ മുഖാന്തരമാക്കണമേ. ഒരു പൂർണ്ണമായ ആരോഗ്യവും പൂർണ്ണമായ ഹീലിംഗും എന്നെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. അനേകർക്ക് സൗഖ്യമാക്കുന്ന കരങ്ങളായി പ്രവർത്തിപ്പാൻ അടിയങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്ന വരങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ദൈവവചനം അടിയങ്ങളുടെ നന്മയ്ക്ക് മുഖാന്തരമാക്കണമേ. വചനം സംസാരിക്കുന്ന എന്നെയും കേൾക്കുന്ന നിന്റെ മക്കളെയും ഒരുപോലെ നീ അനുഗ്രഹിച്ചു വഴി നടത്തണമേ. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് സ്തുതി. ഒരാളുടെ കഥ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. I want to die. I want to die. It's a cry of a person in a village called Malur in Karnataka. There's a place called Masti. Once E.J. Georgechan, who is a brother of our Barnabas Tirumeni, he went to a village called Masti. I told you that is nearby Malur in Karnataka, to tell the gospel, to preach the gospel to the village. Achan spoke about healing to a leprosy patient. After that, after the prayer, after hearing the message, the villagers came to Achan and told him that if your God is a God who can heal leprosy, as you preached, we have a person in our village. His name is Shamanna. Now he is a leprosy patient. Just go to them and tell your God to heal him. If God heals him, if your God heals him, we will believe in your God. നിങ്ങളുടെ ദൈവം സൗഖ്യമാക്കാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കും. They came back to the Samanna. The Samanna was not in the village because the villagers chased him away from the village. He is staying in a tent, in a polythene tent outside the village. Samanna was crying like anything. When E.J. Georgechan and with evangelist and Sophie Kochama, they went to him and they spoke to him. On the time Shamanna told these words to E.J. Georgechan, I want to die. I want to die. എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ശാമണ്ണനെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഈ ശാമണ്ണ മരിക്കാൻ പറയാൻ കാരണം ശാമണ്ണനാണ്
അവന്റെ 3 സഹോദരങ്ങളെയും 2 സഹോദരികളെയും വളർത്താൻ തക്കവണ്ണം സാധിച്ചത്. മൂത്ത മകനാണ് 3 സഹോദരങ്ങളെ നന്നായി പഠിപ്പിച്ചു. പഠിത്തത്തിൽ കേമനായിരുന്നെങ്കിൽ പോലും ജോലി ചെയ്യാൻ തുടങ്ങി. 3 സഹോദരങ്ങളെ പഠിപ്പിക്കുകയും 2 സഹോദരിമാരെ പഠിപ്പിക്കുകയും വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുകയും ചെയ്തു. ആ ഒരു സമയത്ത് ശാമണ്ണ വാസ് എ ഹീറോ ഇൻ ദറ്റ് ഫാമിലി. കാരണം എല്ലാം നോക്കി നടത്തുന്നത് ശാമണ്ണനാണ്. ഭയങ്കര സ്നേഹമാണ് വീട്ടുകാർക്ക് ശാമണ്ണൻ എന്ന് പറഞ്ഞാൽ. സഹോദരങ്ങൾക്ക് കർണാടകയിൽ അണ്ണ എന്നാ വിളിക്കുന്നല്ലേ, ശാമണ്ണ അണ്ണ എന്ന് വിളിക്കുന്നത്. അപ്പോ അണ്ണ എന്ന് കേട്ടാൽ മതി, അത് ഭയങ്കര സന്തോഷമാണ് അവർക്ക്. ശാമണ്ണന് ജോലിയിൽ നിന്നൊക്കെ മടങ്ങി വരുമ്പോൾ, കൃഷി സ്ഥലത്ത് നിന്നൊക്കെ മടങ്ങി വരുമ്പോൾ എന്തോ നല്ല സ്വീകരണമാണ് വീട്ടിൽ, ഭയങ്കര സന്തോഷത്തോടെ സ്വീകരിക്കാൻ. ഒരു ദിവസം ശാമണ്ണൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൂടുവെള്ളം വീണപ്പോൾ ഒരു സ്ഥലത്ത് ചൂട് അറിയുന്നില്ല എന്ന് മനസ്സിലാകുന്നു. വൈറ്റ് പാച്ചസ് കണ്ടുമുട്ടുന്നു, കാണുന്നു. ആ വൈറ്റ് പാച്ചസ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി എന്താന്ന് അറിഞ്ഞ് പോയപ്പോൾ അപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് ലെപ്രസിയാണ് എന്നുള്ള സംഭവം. അവൻ ഓടി വന്ന് വീട്ടുകാരോട് എല്ലാവരും വിളിച്ചിട്ട് വീട്ടുകാരോട് പറഞ്ഞു, എനിക്ക് ലെപ്രസിയാണ്. ലെപ്രസിയെ കർണാടകയിൽ വിളിച്ചിരിക്കുന്ന ഒരു പേരുണ്ടായിരുന്നു, കുഷ്ഠരോഗ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. എന്നാൽ കുഷ്ഠം എന്ന് പറയുന്നേക്കാളും അവിടെ വിളിച്ചിരുന്നത് ദൊഡ്ഡ രോഗ എന്നാണ്, വലിയ രോഗം എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. അപ്പോ അങ്ങനെ പറഞ്ഞു കുഷ്ഠമാണ് എന്ന് പറഞ്ഞ ആ നിമിഷം ആ വീട്ടുകാര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി എന്തിനാ പോയത് ഇവന് ഒന്നും മനസ്സിലാകുന്നില്ല. പോയത് കമ്പ് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഒരു അതിശയോക്തിയില്ല, നടന്ന സംഭവമാണ്. ഏകദേശം 60-65 വർഷം മുമ്പ് കമ്പ് കൊണ്ടുവന്ന് ഇവരെ കുത്തി വീട്ടിന് പുറത്താക്കിയിട്ട് ഗ്രാമക്കാരോട് പറഞ്ഞു, ഇവന് ലെപ്രസിയാണ്, ഇവനെ പുറത്താക്കണം. അങ്ങനെ അവരെ ഓടിച്ച് കല്ലെറിഞ്ഞ് ആണ് ആ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കി അവിടെ ഒരു ടെന്റ് വെച്ച് ആരെങ്കിലും എപ്പോഴെങ്കിലും ഇച്ചിരി ഭക്ഷണം നൽകി പോകുകയായിരുന്നു. ഗ്രാമത്തിലേക്ക് വരാനുള്ള അവസരമില്ലാതിരിക്കുന്ന ഒരു വ്യക്തി. അച്ഛനെ കണ്ടപ്പോൾ he cried and said that I want to die. എനിക്ക് മരിച്ചാൽ കൊള്ളാം, മരിക്കണം. അപ്പോ EJ ജോർജ് അച്ഛൻ പറഞ്ഞു, നീ മരിക്കാനുള്ളവനല്ല, കർത്താവിനെ കുറിച്ച് അറിയാമോ, യേശുവിനെ കുറിച്ച് അറിയാമോ? ഇല്ല, അറിഞ്ഞൂടാ, ബാ ഞാനൊരു നല്ല ഡോക്ടറെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് ഹോസ്കോട്ടെ മിഷനിൽ തുടങ്ങിയതാണ് അവിടുത്തെ ലെപ്രസി മിഷൻ. അങ്ങനെ ആരംഭിച്ചതായിട്ടുള്ള ആ ഒരു ലെപ്രസിയിലെ തിരിഞ്ഞോക്കാൻ ആരില്ലാത്ത ഈ ശാമണ്ണനെ ചികിത്സിക്കുകയും അവിടെ ആശ്രയം കൊടുക്കുകയും അവിടെ താമസിപ്പിക്കുകയും ചെയ്ത് കുറെ നാളുകൾക്ക് ശേഷം ഈ വ്യക്തി പൂർണ്ണമായി വിടുതൽ പ്രാപിച്ച, കൈ കാലിനെച്ചിലൊക്കെ അംഗവൈകല്യം ഉണ്ടെങ്കിലും പൂർണ്ണ സൗഖ്യത്തോടെ ഭവനത്തിലേക്ക് എത്തുന്ന ഒരു മനുഷ്യനെ അവിടെ കാണാൻ സാധിച്ചു. ദ ഫസ്റ്റ് ടൈം ആ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ പറഞ്ഞത്, അന്ന് ഫാദർ വന്ന് പ്രസംഗിച്ച ഒരു ദൈവമുണ്ടല്ലോ, ആ ദൈവം എന്റെ കുഷ്ഠത്തെ സൗഖ്യമാക്കിയിരിക്കുന്നു. The Almighty healed my leprosy. അതുകൊണ്ട് ആ ചുറ്റുപാടുള്ള എല്ലാ മനുഷ്യരെ ആകർഷിക്കുകയും ലെപ്രസി പേഷ്യൻസ് എവിടെയൊക്കെ ഗ്രാമങ്ങളുണ്ടോ ആ ഓരോരോ ഗ്രാമത്തിലേക്ക് കടന്നു ചെന്ന്, കം ഐ വിൽ ഷോ എ ഡോക്ടർ, ഹിസ് നെയിം ഈസ് ജീസസ് ക്രൈസ്റ്റ്, ഹി കൻ ഹീൽ ലെപ്രസി, കം ഓൺ എന്ന് വിളിച്ചുകൊണ്ട് വരികയും ആ ഗ്രാമങ്ങളും ഹോസ്കോട്ടെ മിഷന്റെ ലെപ്രസി മിഷനുമായിട്ട് ബന്ധിപ്പിച്ച ഒരു വ്യക്തിയാണ് ശാമണ്ണൻ. ശാമണ്ണന് 4 കുഞ്ഞുങ്ങളാണ്. ഇന്ന് ശാമണ്ണൻ കഴിഞ്ഞ ദിവസം, അതായത് ഈ കോവിഡിന്റെ സമയത്താണ് കോവിഡ് ബാധിതനായി മരിച്ചു എന്നുള്ളതാണ്. എന്നാൽ അത് ടിൽ ദ എൻഡ് ഓഫ് ഹിസ് ലൈഫ് എല്ലാം ഇപ്പോഴും പറയുന്ന സംഭവമാണ്, സാക്ഷ്യം പറയുകയാണ്, കർത്താവ് എന്നെ സൗഖ്യമാക്കിയത് കേട്ടോ. വ്യക്തി നന്നായി സൗഖ്യം പ്രാപിച്ച് മറ്റുള്ള ജീവിതത്തിൽ രൂപാന്തരം കൊണ്ടുവരാൻ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. He told that Jesus Christ healed me. 4 കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ 2 പേര് ഹോസ്കോട്ടെ മിഷനിൽ തന്നെ ജോലി ചെയ്യുകയാണ്. ലെപ്രസി മിഷനിലാണ് അവർ ജോലി ചെയ്യുന്നത്. കമ്പാഷൻ ഇന്റർനാഷണൽ അവർ ജോലി ചെയ്തു വരികയാണ്. 2 പേര് ബാംഗ്ലൂരിൽ ജോലി ചെയ്തു വരികയാണ്. നല്ല കുടുംബജീവിതം നടത്തുന്നതായിട്ടുള്ള ആളുകളെ നാം കണ്ട ദൈവത്തെ സ്തോത്രം ചെയ്യും. ഞാനിത് പറയാനുള്ള കാരണം, തള്ളപ്പെട്ട ഒരാളെ
അസാധ്യമെന്ന് പറഞ്ഞ ഒരാളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന വലിയ ഹീലിംഗിനെ കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു ഹീലിംഗിന്റെ കുറിച്ച് പറയുമ്പോൾ ഹീലിംഗ് ആസ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഹോൾ സെർമൺ ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഹീലിംഗ് ആസ് ട്രാൻസ്ഫർമേഷൻ. ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകാത്ത ഒരു ഹീലിംഗ് ആയിട്ട് നമുക്ക് കരുതാൻ സാധിക്കുമോ എന്നുകൂടെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഈ ശാമണന്റെ ജീവിതത്തിലും മാമോദീസ എടുത്ത ശമൂവേൽ എന്ന പേരിൽ അറിയപ്പെട്ട ഈ ഒരു വ്യക്തി, ഈ വ്യക്തിയുടെ ജീവിതത്തിലും ഒരു ഹീലിംഗ്, ഒരു ട്രാൻസ്ഫർമേഷനായി മാറിയതാണ്. അതൊരു ഹോൾനെസ്സിലേക്ക് നയിച്ച ഒരു സംഭവം. ഹീലിംഗ് ആസ് ട്രാൻസ്ഫർമേഷൻ, അതിന് ആവശ്യമാകുന്ന ഘടകങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ വേണ്ടി പോകുകയും ഇന്ന് ധ്യാനത്തിന് വേണ്ടി വിഷയമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വായിച്ചു കേട്ട ഒരു ഭാഗം അത് തന്നെയാണ്. ആ വായിച്ചു കേട്ട ഭാഗം ഇറ്റ്സ് അബൌട്ട് നേമൻ. ഇറ്റ്സ് അബൌട്ട് നേമൻ ഹു ഗോട്ട് ഹീലിംഗ് ഫ്രം ദ ലോർഡ്. അവരെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്, അവരുടെ ഹീലിംഗിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് ഇവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നത്? ഇവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നത് റിഡംഷൻ ആണ്. ഒരു വിടുതലിനാണ്. എന്താണ് ഈ റിഡംഷൻ എന്ന് പറഞ്ഞ ഒരു വാക്ക് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, റിഡംഷൻ മീൻസ് ദ ആക്ട് ഓഫ് പർച്ചേസിംഗ് ബാക്ക് പ്രീവിയസ്ലി സോൾഡ് എന്നുള്ളതാണ്. ദ ആക്ട് ഓഫ് പർച്ചേസിംഗ് ബാക്ക് പ്രീവിയസ്ലി സോൾഡ്. അത് സോൾഡ് ആയി പോയിട്ടുണ്ട്, അത് വീണ്ടും നമ്മൾ തിരിച്ചെടുക്കുന്ന വലിയ സംഭവത്തിന് വേണമെങ്കിൽ നമുക്ക് റിഡംഷൻ എന്ന് വിളിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ ഉണ്ടായത് ഈ ഗ്രേറ്റ് റിഡംഷൻ ആണ്. ലിബറേഷൻ എന്നൊക്കെ വിളിക്കുമ്പോഴും മിസ്രൈമിൽ നിന്ന് when they walked from Egypt to Canaan, that was a redemption. എങ്ങനെയാണ് അത് റിഡംഷൻ ആയി മാറിയത്? ആഹാരത്തിന് വേണ്ടി പോയി അടിമകളായി പോയവരാണ്. ആഹാരത്തിന് വേണ്ടി പോയി അടിമകളായി പോയവരാണ്. നമുക്കറിയാവുന്നതാണ്, ഇവിടെ ക്ഷാമമുണ്ടായപ്പോൾ യോസഫിന്റെ കാലത്ത് അവിടെ പോയി താമസിച്ച്, അവിടെ ഇങ്ങ് ടെന്റ് അടിച്ച്, അവിടെ കഴിച്ച്, അവിടെ സന്തോഷിച്ച്, അവിടെ ഇങ്ങ് താമസിച്ച് സ്വന്തം നാട് മറന്നുപോയവരാണ്. അങ്ങനെ റിഡംഷന്റെ ആവശ്യം വന്നത് ഇവരുടെ ജീവിതത്തിലെ മടങ്ങിപ്പോക്കിന് വേണ്ടിയാണ്. വീണ്ടും ദൈവം അവരെ തിരിച്ച് അവരുടെ സന്ധിയിലേക്ക് വിളിക്കുന്ന ഒരു സംഭവമാണ്. ഡെലിവറൻസ് ഫ്രം സ്ലേവറി ടു ബിക്കം godly community, ongoing relationship with God and experiencing the promised land. ഇതിനെല്ലാത്തിനു വേണ്ടിയാണ് ദൈവം അവരെ റിഡംഷന് വേണ്ടി കാത്തിരിക്കുന്നത്, റിഡംപ്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു മനുഷ്യന്റെ ഒരു വലിയ റിഡംഷനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. അത് വേറെ അല്ല, നേമനെ കുറിച്ചുള്ളതാണ്. നയമാൻ എന്ന് വിളിക്കുന്ന സംഭവമാണ്. നേമൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ ഒരു റിഡംഷനാണ്. അതായത് ശത്രുവിനെ പോലും ഒരു റിഡംഷന്റെ ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവരുന്ന വലിയൊരു സംഭവത്തെ നമുക്കിവിടെ കാണുന്നു. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വിരോധിയായിരുന്ന അരാമ്യരുടെ ഒരാളെ ദൈവസന്നിധിയിലേക്ക് റിഡംഷന് വേണ്ടി അവരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഹിസ് നെയിം ഇസ് നേമൻ. നേമൻ എന്ന പേരിന്റെ അർത്ഥം നമുക്കറിയാവുന്നതാണ്, ബ്യൂട്ടിഫുൾ എന്നാണ്. നേമൻ എന്ന പേരിന്റെ അർത്ഥം ബ്യൂട്ടിഫുൾ, പ്ലസന്റ് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഒരു സൺ ഗോഡിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ന് പറയാനുണ്ട്. നേമൻ എന്ന് പറയുന്ന ഒരു സൺ ഗോഡിന്റെ പേരാണ്. ഇവരുടെ ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. അവന്റെ ജീവിതത്തില് അവനെ കുറിച്ച് പറയുമ്പോൾ പറയാൻ ഉദ്ദേശിച്ച മൂന്ന് കാര്യങ്ങൾ പി എന്ന് പറഞ്ഞ ലെറ്ററിൽ വേണമെങ്കിൽ നമുക്ക് അത് മുന്നോട്ട് പോകാവുന്നതാണ്. ഒന്ന്, ഹിസ് പൊസിഷൻ എന്നാണ്. ഹി ഹാഡ് എ പൊസിഷൻ. എന്താണ് ഇവന്റെ പൊസിഷൻ? പൊസിഷൻ എന്ന് പറയുന്നത് രാജാവ് കഴിഞ്ഞ പിന്നെ ആ പ്രദേശത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. രാജാവിന് ശേഷം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആയിട്ട് ഇവനെ കാണാൻ വേണ്ടി സാധിക്കുന്നു. കമാൻഡർ ഓഫ് ആർമി, ഹോണറബിൾ പേഴ്സൺ എന്നൊക്കെ നമുക്ക് പറയുന്നു. രാജാവ് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ പദവി വഹിക്കുന്ന ഒരാള്, അവന്റെ പൊസിഷൻ ആൻഡ് പവറെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം അവനെ കുറിച്ച് പറയുന്ന ഒരു സംഭവം പറഞ്ഞല്ലേ, ഹിസ് പോപ്പുലാരിറ്റി എന്നാണ്. ഹി ഹാഡ് എ പോപ്പുലാരിറ്റി. എന്താണ് ഇവന്റെ പോപ്പുലാരിറ്റി? അവിടെ വളരെ നീണ്ടമായ ലിസ്റ്റ് അവൻ പറയുകയാണ്. ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് പറഞ്ഞത്, he was highly respected, esteemed by the king of Syria, because through Naaman
the Lord had given victory to the Syrian force എന്ന വാക്കുകൾ വായിക്കുന്നു. അടുത്ത വാക്ക് വളരെ ശ്രദ്ധേയമാണ്. He was a great soldier. He was a great soldier. അതായത് എല്ലാ രീതിയിലും ഇവനെ കുറിച്ച് പറയുമ്പോൾ ഇവന് പോപ്പുലാരിറ്റി അങ്ങേയറ്റം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവന് പവർ ഉണ്ട്, പൊസിഷൻ ഉണ്ട്, പോപ്പുലാരിറ്റി ഉണ്ട്. പക്ഷേ അവന്റെ ജീവിതത്തിൽ ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. He had a problem too. പവറും പൊസിഷൻ മാത്രമല്ല, അടുത്ത പി എന്ന് പറയുന്നത് പ്രോബ്ലം കൂടെയാണ്. അതാണ് അടുത്ത വാക്കിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ബട്ട് ഈ ഓഫറിന്റെ സമയത്തൊക്കെ നമ്മൾ 35 രൂപയ്ക്ക് കിട്ടും, 50 രൂപയുടെ സാധനം 35 രൂപ കിട്ടും എന്ന് പറയുമ്പോൾ താഴെ ഒരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? കണ്ടീഷൻസ് അപ്ലൈ. കണ്ടീഷൻസ് അപ്ലൈ. അങ്ങനെയാണ്. ഈ ചിലരെ കുറിച്ചൊക്കെ നല്ല കാര്യം പറഞ്ഞിട്ട് പറയുന്നതാണ് ബട്ട് അങ്ങനെ ആകുമ്പോൾ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരാളുടെ ശവടക്കത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നെന്ന് തോന്നുന്നു അല്ലെ? ഒരു കഥ ഇങ്ങനെ പോവുകയാണ്. ശവടക്കനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാൾ ഭയങ്കര തിന്മയായിട്ട് നടന്ന ഒരാളാണ്. അവരുടെ ശവടക്കം വന്നപ്പോൾ അവരുടെ സഹോദരന്മാർ വന്ന് പറഞ്ഞു, എന്റെ സഹോദരനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞു, അനുശോചന പറയുമ്പോൾ നല്ല കാര്യങ്ങളെ പറയാവൂ അച്ഛ. നല്ല കാര്യം എങ്ങനെയാടാ പറയുന്നത്? ഇവൻ ഇങ്ങനെയൊക്കെ നടന്നവനല്ലേ, ഇവനെ കുറിച്ച് പിന്നെ എങ്ങനെ നല്ല കാര്യം ഞാൻ പറയും? എനിക്കറിയത്തില്ല, എന്റെ സ്വഭാവം മാറും, പിന്നെ ഞാൻ പള്ളി രണ്ടാക്കും, വലിയ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോയെന്നുണ്ട്. അച്ഛൻ ആകെ ആശയക്കുഴപ്പത്തിലായി. അച്ഛൻ അനുശോചനത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോൾ അച്ഛൻ കുറെ കാര്യങ്ങളൊക്കെ ഇവന് തിന്മയായിട്ട് നടന്നു, അതോ ഇതൊക്കെ ശരിയാണ്, എല്ലാം ശരിയാണ്. എന്നാൽ ഇവരുടെ സഹോദരന്മാരെ വെച്ച് നോക്കുമ്പോൾ ഇവൻ തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. മരിച്ചു കിടക്കുന്ന ആളെ സഹോദരന്മാരെ വെച്ച് നോക്കിയാൽ ഇവൻ തങ്കപ്പെട്ട മനുഷ്യനാണ്, നല്ല വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അവസാനിപ്പിച്ച അനുശോചനം എന്നാണ് പറയുന്നത്. അതായത് ബട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അതായത് അവിടെ പറഞ്ഞ സംഭവമാണ്, ഇവന് വലിയ പോപ്പുലാരിറ്റി ആണ്, വലിയ പവർ ആണ്, എല്ലാ പോപ്പുലാരിറ്റിയാണ്, എല്ലാം ഉണ്ട്. ബട്ട് he had a problem. What was his problem? He was a leprosy patient. ലെപ്പർ എന്ന് വിളിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ലെപ്രസി പേഷ്യൻസ് എന്ന് ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ലെപ്രസി പേഷ്യന്റ് ആണ്. അതായത് ഒരാളെ ഫീവർ വന്ന ഒരാളെ ഫീവർ എന്ന് വിളിക്കുവോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ലെപ്രസി വന്ന ആളെ ലെപ്പർ എന്ന് പിന്നെ എന്തിനാ വിളിക്കുന്നത് എന്നൊക്കെ ചോദ്യമുണ്ട്. എന്റെ തീസിസിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഇവനൊരു രോഗം വന്നു, ലെപ്രസിയാണ്. ഹി ബിക്കം എ ലെപ്രസി പേഷ്യന്റ് എന്ന് അവിടെ കാണാൻ സാധിക്കുന്നു. ത്വക്കിന്റെ മുകളിൽ വരുന്ന, സ്കിന്റെ മേൽ വരുന്ന എല്ലാ രോഗങ്ങൾക്കും അന്ന് പറഞ്ഞിരുന്നത് ലെപ്രസി എന്നാണല്ലോ. അങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നത്തിൽ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ, അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബോണ്ടേജുകൾ, അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ലിബറേഷനെ കുറിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അവന് ഈ ലെപ്രസി എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമല്ല അവന്റെ ജീവിതത്തിൽ വലിയൊരു ബോണ്ടേജ് ആയിട്ടുള്ളത്, വലിയ പ്രശ്നമായിട്ടുള്ളത്. ഇവന് ഉണ്ടാകുന്ന 2-3 പ്രശ്നങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു, വേഗത്തിൽ പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ലെപ്രസി എന്ന് പറയുന്നത് ഒരു രോഗമായിട്ട് അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും മറ്റ് പലതും ഇവന്റെ ജീവിതത്തിൽ വലിയ പ്രയാസമായിട്ടുണ്ടായിരുന്നു. ഹി വാസ് ഇൻ എ ബോണ്ടേജ് എന്ന് വേണം വിളിക്കാൻ ശ്രമിക്കുന്നത്. അടിമത്തത്തിലാണ്, പലതിന്റെ അടിമത്തത്തിലാണ്. എന്തിന്റെ അടിമത്തം? ഫസ്റ്റ് തിങ്, ഹി വാസ് ഇൻ ദ ബോണ്ടേജ് ഓഫ് റെക്കമെൻഡേഷൻ എന്നാണ് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമുക്ക് പലപ്പോഴും വന്നു പോകുന്ന വലിയ പ്രശ്നം ഇത് തന്നെയാണ് അല്ലെ? ഹി വാസ് ഇൻ ദ ബോണ്ടേജ് ഓഫ് റെക്കമെൻഡേഷൻ. ഈ കുഞ്ഞു പറഞ്ഞു, സിറിയയിലെ എൻ്റെ ഒരു പ്രവാചകനുണ്ട്, അവിടെ പോയി ഗോ ടു ഹിം ആൻഡ് ഹി വിൽ ഹീൽ. ദാറ്റ്സ് എ തിങ്. അത്രേ ഉള്ളൂ, അതേ ഉള്ളൂ സംഭവം. പക്ഷേ ഇവൻ പറയുന്നു, നോ, ഞാൻ ഇങ്ങനെ പോകാൻ സാധിക്കുകയില്ല, ഇങ്ങനെ പോയാൽ നടക്കത്തില്ല, എനിക്കൊരു ലെറ്റർ ഇരിക്കട്ടെ. രാജാവിന്റെ അടുത്ത് പോയി റെക്കമെൻഡേഷൻ ലെറ്റർ വാങ്ങിച്ച് ആ റെക്കമെൻഡേഷൻ ലെറ്റർ കൊണ്ടുപോയി രാജാവിനെ കൊടുക്കുന്ന സംഭവമാണ്. പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഹി വാസ് ഇൻ ദ ബോണ്ടേജ് ഓഫ് റെക്കമെൻഡേഷൻ. മുകളിൽ പിടിയുണ്ട് എന്ന് പറയുന്ന സംഭവമാണ്. എനിക്ക് മുകളിൽ പിടിയാണ് എന്ന് പറയുന്ന ഒരു അനുഭവമാണ് ഇവന്റെ ജീവിതത്തിൽ കാണിക്കുകയാണ്. ഞാൻ വെറുതെ വന്നതല്ല, എന്റെ മുകളിൽ ഒരു പിടിപാടുള്ള ആളാണ്. APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, APJ അബ്ദുൽ കലാമിന്റെ ഒരു ലൈഫ് ഹിസ്റ്ററിയിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചതുപോലെ അബ്ദുൽ കലാം പറഞ്ഞു എന്നാണ് പറയുന്നത്. അത്തനേഷ്യസ് പ്രീമിയറുടെ പ്രസംഗത്തിൽ കേട്ടുള്ള സംഭവമാണ്. ഞാൻ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊരു ഡിന്നർ ഒരുക്കിയ, ഗാർഡനിൽ ഒരു ഡിന്നർ ഒരുക്കിയ ഒരു സമയത്ത് 6 മണിക്ക് ഡിന്നർ തുടങ്ങണം. 3 മണിയാകുമ്പോൾ ഭയങ്കര മഴയാണ്. സെക്രട്ടറി വന്ന് ചോദിച്ചു, എന്ത് ചെയ്യണം മിസ്റ്റർ പ്രസിഡന്റ്, ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഭയങ്കര മഴയാണല്ലോ. അപ്പോൾ അബ്ദുൽ കലാം പറഞ്ഞ വാക്കാണ്, ഞാൻ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. സെക്രട്ടറി വിചാരിച്ചു പോയി, ഇങ്ങനെ എന്താ പറഞ്ഞേ, മുകളിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. പോയി 5 മണിയാകുമ്പോൾ മഴ നിന്നു. 6 മണിയാകുമ്പോൾ എല്ലാവിധ ഡിന്നറിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ നടത്തി, എല്ലാം നടന്നു എന്ന് പറഞ്ഞു. മുകളിൽ ഒരു പിടി,
അത് ദൈവത്തോടായിരിക്കുന്നു എന്നുകൂടെ നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് എന്ന് അതിൽ കൂടെ പറയാൻ വേണ്ടി ശ്രമിച്ചതാണ്. അതുകൊണ്ട് ഹി വാസ് ഇൻ ദ ബോണ്ടേജ് ഓഫ് റെക്കമെൻഡേഷൻ. സെക്കൻഡ് വൺ, ഹി വാസ് ഇൻ ദ ബോണ്ടേജ് ഓഫ് വെൽത്ത് എന്നാണ്. പണത്തിന്റെ ബോണ്ടേജ് ഭയങ്കരമായിട്ടുണ്ടായിരുന്ന മനുഷ്യനാണ്. കാരണം എന്ന് പറയുന്നത് അവന് വന്നപ്പോൾ മതിയായിരുന്നു. ഇവന് കൊണ്ടുവന്ന സാധനങ്ങളുടെ വലിയ ലിസ്റ്റ് എടുത്ത് നോക്കിയ പറയുന്നു, ഈ സാധനങ്ങളെ കാണിച്ചിട്ട് പറയാണ്, ഐ ഹാവ് ദിസ് മച്ച് വിത്ത് മീ, പ്ലീസ് ഹീൽ മീ. റൈറ്റ്? ഐ ഹാവ് എ ലെറ്റർ വിത്ത് മീ, പ്ലീസ് ഹീൽ മീ. ഐ ഹാവ് ദിസ് മച്ച് ഓഫ് വെൽത്ത്, പ്ലീസ് ഹീൽ മീ. ഇതൊന്നും നടക്കുകയില്ലെന്ന് നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. അത് 10 താലന്ത് വെള്ളി കൊണ്ടുവരുന്നു, 66,000 ഷിലക്സ് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്, 10 സെറ്റ്സ് ഓഫ് ക്ലോത്ത് കൊണ്ടുവരുന്ന ഒരു അനുഭവം. ഇതെല്ലാം അവന്റെ വെൽത്തിനെ കാണിക്കുന്ന ഒരു സംഭവം. ഹി വാസ് ഇൻ ദ ബോണ്ടേജ് ഓഫ് വെൽത്ത് എന്ന് നമ്മൾ കാണുന്നു. മൂന്നാമത്, ഹി വാസ് ഇൻ ദ ബോണ്ടേജ് ഓഫ് പ്രൗഡ്. അവൻ പറയുന്നു, ഇങ്ങോട്ട് വരണമായിരുന്നു എലീശ, എങ്ങോട്ടായിരിക്കും എന്റെ അടുത്ത് വരണമായിരുന്നു. ഹീലിങ്ങിന് വേണ്ടി വന്നവനാ. അവൻ കുതിരപ്പുറത്തിരുന്ന് ഇറങ്ങിയെന്ന് പോലും പറയുന്നില്ല അവിടെ, കേട്ടോ. അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇറങ്ങുന്ന പോലില്ല, കുതിരപ്പുറത്ത് ഇരുന്നോണ്ട് തന്നെ പറയുന്നത്, ലെറ്റ് ഹിം കം ടു മീ. അവൻ എന്റെ അടുത്ത് വന്ന് ചെയ്യേണ്ടിയാണല്ലോ, അല്ലെ? ഹി വാസ് ഇൻ ദ ബോണ്ടേജ് ഓഫ് പ്രൗഡ് എന്ന് കാണുന്നു. നാലാമതായിട്ട്, സമയം ചെറുക്കുന്നത് മുന്നോട്ട് പോവുകയാണ്, നാലാമതായിട്ട്, ഹി വാസ് ഇൻ ദ ബോണ്ടേജ് ഓഫ് പ്യൂർ ആൻഡ് ഇംപ്യൂർ കോൺസെപ്റ്റ്സ്. അവൻ പറയുന്നു, ഈ യോർദാനിൽ പോയി കുളിക്കണമെങ്കിൽ എനിക്ക് അവിടെ രണ്ട് പുണ്യ നദികളുണ്ട്, ഞാൻ അവിടെ കുളിച്ച് മാറണമായിരുന്നെങ്കിൽ ഞാൻ അവിടെ കുളിക്കാനായിരുന്നു. നമുക്കല്ലേ അറിയുള്ളൂ, പിന്നീട് അവന് മനസ്സിലാകത്തുള്ളൂ, കുളിച്ചത് കൊണ്ടല്ല അവന് സൗഖ്യമായത്, അനുസരിച്ചുകൊണ്ടാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഇവിടെ പറയുന്നതാണ് പ്യൂർ ആൻഡ് ഇംപ്യൂർ കോൺസെപ്റ്റ്സിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളാണ്. ചിലതൊക്കെ വിശുദ്ധിയുള്ളതും അശുദ്ധിയും എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നടന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇവന്റെ ജീവിതത്തിലുണ്ടായ വലിയ റിഡംഷൻ, ഇവന്റെ ജീവിതത്തിലുണ്ടായ വലിയ ഒരു എക്സഡസ്, ഇല്ലെങ്കിൽ ഇവന്റെ ജീവിതത്തിലുണ്ടായ വലിയ മാറ്റം സംഭവിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് നമ്മുടെ ഹീലിംഗ് ആസ് ട്രാൻസ്ഫോർമേഷനിൽ ഏറെ ശ്രദ്ധേയമായി നമുക്ക് ചിന്തിക്കേണ്ട ദ ഫസ്റ്റ് തിങ് ഈസ് എ കളക്റ്റീവ് പ്രൊഫറ്റിക്കൽ വോയിസ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. എ കളക്റ്റീവ് പ്രൊഫറ്റിക്കൽ വോയിസ്, ഒരുമിച്ചുള്ള ദൈവത്തിന്റെ പ്രവാചക ശബ്ദമായി മാറണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നു. ഹീലിംഗിന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഡോക്ടേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ ഡോക്ടേഴ്സിന്റെ ഫെലോഷിപ്പ് ആണല്ലോ. ഹീലിംഗിനെ കുറിച്ച് ഞാൻ ഒരുപാട് പറയേണ്ട ആവശ്യമില്ലെങ്കിലും ഒരു കളക്റ്റീവ് പ്രൊഫറ്റിക്കൽ വോയിസ് ആയിട്ട് ഒരാളുടെ ഹീലിംഗിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് കാണാൻ സാധിക്കുന്നത്. പേര് പറയാത്ത 4 പേർ നമുക്കിവിടെ കാണുന്നു. പിന്നീട് ഒരാളുടെ പേര് പിന്നീട് നമുക്ക് മനസ്സിലാക്കുന്നതാണ്. ഒന്ന്, സെർവന്റ് ഓഫ് നേമൻസ് വൈഫ്. ആ പെങ്കൊച്ചിന്റെ പേരാണ് പറഞ്ഞിട്ടില്ല, സെർവന്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത് സെർവന്റ് ഓഫ് ഗോഡ് എന്നൊക്കെ വിളിക്കുന്നതായിട്ടുള്ള എലീശയെ കുറിച്ച് പറയുന്നു. അവൻ ദൈവത്തിന് സെർവന്റ് ഓഫ് ഗോഡ് എന്നാണ് വിളിക്കുന്നത്. സെർവന്റ് ഓഫ് എലീശ, ഗെഹസിയെ കുറിച്ച് നമുക്ക് അവിടെ കാണുന്നു. സെർവന്റ്സ് ഓഫ് നേമൻ നമുക്ക് കാണുന്നു. ഈ 4 പേര് ചേർന്നതാണ് ഈ വ്യക്തിക്ക് വന്നതായിട്ടുള്ള ഹീലിംഗിന്റെ ഒരു ഭാഗം. നമുക്കെല്ലായ്പ്പോഴും we are tend to focus the point to Elisha. നമുക്ക് എല്ലായ്പ്പോഴും ഒരു മെയിൻ ആളെ കുറിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ എല്ലായ്പ്പോഴും സങ്കടത്തോടെ പറയുന്ന ഒരു സംഭവമാണ്, മിഷൻ ഫീൽഡുകൾ അതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ അതിന് ചരിത്രം എഴുതി വരുമ്പോൾ അവിടെ പറയുന്നത് ഗ്രാസ് റൂട്ട് ലെവലിൽ കുറെ പേര് അധ്വാനിച്ച് ഇതിനു വേണ്ടി പോരാടിയ ലേമൻ ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. എടുത്ത് പറയാൻ പോയെങ്കിൽ ഏതെങ്കിലും 4 അച്ഛന്മാരുടെ പേര് പറയും. മനസ്സിലായില്ലേ? പിന്നീട് എപ്പോഴോ വന്ന് ജോയിൻ ചെയ്തവരാണ്. പക്ഷെ പേര് ഹിസ്റ്ററി പറയുമ്പോൾ ഈ അച്ഛന്മാരുടെ പേരുകളാണ് മിക്കവാറും അവിടെ തിളങ്ങി നിൽക്കുന്നത്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നു, ഇതിന് പുറകിൽ അധ്വാനിച്ച കുറെ ആളുകളുണ്ട്, മറന്നു പോകാൻ പാടില്ലാത്തവരാണ്. ഇവിടെയും കാണുന്ന ഒരു സംഭവമാണ്. ഈ ഹീലിംഗിന്റെ പ്രോസസ്സ് നടക്കുവാൻ തക്കോണം സാധിച്ചത് എലീശ മാത്രമല്ല, പക്ഷെ അവിടെ കൂടെ ഇരിക്കുന്ന തന്റെ സർവൻസ് എന്ന് വിളിക്കപ്പെടുന്ന കുറെ പേരാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു ഹീലിംഗ് എന്ന് പറയുന്നത്, ഒരു പ്രവാചക ശബ്ദം എന്ന് പറയുന്നത്, ഇറ്റ്സ് എ കളക്റ്റീവ് വൺ. ഒരു ഹീലിംഗ് എന്ന് പറയുന്നത്, ഹീലിംഗ് ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിത്തീരുന്നെങ്കിൽ ഇറ്റ്സ് എ കളക്റ്റീവ് തിങ്. പലപ്പോഴും ഈ കളക്റ്റീവ്നെസ്സിൽ നമ്മൾ വിശ്വസിക്കാതെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കി പോകുമ്പോൾ ഹീലിംഗിന്റെ യഥാർത്ഥമായ ഒരു അർത്ഥതലങ്ങളെ നമുക്ക് മിസ്സാകി പോകുന്നുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ സ്നേഹതീരത്തിന്റെ പ്രോജക്റ്റിലാണല്ലോ. എല്ലായ്പ്പോഴും നമുക്കൊരു ടെൻഡൻസി ഉണ്ട്. എന്താണ്? എന്റെ കാലഘട്ടത്തിൽ ഇത് ഭയങ്കരമായി നടന്നു, അല്ലെ? നിങ്ങളൊക്കെ കേട്ട് കാണും, എന്റെ കാലഘട്ടത്തിൽ പണിഞ്ഞ പള്ളിയാണ് എന്ന് പലരും പറയാറുണ്ട്. എന്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ വലിയ സംഭവമാണ് എന്ന് പറയാറുണ്ട്. എന്തോ കാലഘട്ടമാണ്, അല്ലേ? ആരുടെ കാലഘട്ടമാണ്? ഒന്നുമല്ല.
പലപ്പോഴും നമ്മുടെ ചലഞ്ചാണ് നമ്മുടെ ജീവിതം. അന്ന് പോയ എന്റെ മുമ്പിൽ പോയത് ഒരു സംഭവം ചെയ്തിട്ടില്ല, ഞാൻ വന്ന കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ സംഭവം എല്ലാം ഇത്രമാത്രമാക്കിയത്. ഇതൊന്നും അല്ല എന്നാണ് യാഥാർത്ഥ്യം. ഇറ്റ്സ് എ കളക്റ്റീവ് ഫോഴ്സ് ആണ്. കളക്റ്റീവ് ആയിട്ടുള്ള ഹീലിംഗിന് വേണ്ടി നമ്മൾ ഇറങ്ങി വന്നതാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു അനുഭവം ഒരു ട്രാൻസ്ഫോർമേഷന് മുഖാന്തരമാക്കി തീർക്കും. ഇല്ലെങ്കിൽ ഒരു യഥാർത്ഥമായ ഹീലിംഗ് നടക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ഹീലിംഗ് ഇസ് എ കളക്റ്റീവ് പ്രൊഫറ്റിക്കൽ വോയിസ് ആയിട്ട് നമുക്ക് എടുക്കേണ്ടത് ആവശ്യമാണ്. സെക്കൻഡ് തിങ്, ബിക്കമിങ് റിവർ ജോർഡൻ എന്നാണ് പറയുന്നത്. ഒരു റിവർ ജോർഡനായി മാറുവാൻ തക്കവണ്ണം, യോർദാൻ നദിയായി മാറുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്നാണ് ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. എങ്ങനെയാണ് യോർദാൻ നദിയാകുന്നത്? എല്ലാവരെയും സ്വീകരിക്കുന്ന യോർദാൻ നദിയാണ്. ആരൊക്കെ അടുത്ത് വന്നോ അവരെല്ലാം ശുദ്ധീകരിക്കുന്ന യോർദാൻ നദിയാണ്. ഞാൻ ഇപ്പൊ ഇങ്ങനെ മെസ്സേജ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മനസ്സിൽ വന്നൊരു സംഭവം എന്ന് ചോദിച്ചാൽ, 7 പ്രാവശ്യം ഇവനെ മുങ്ങി കുളിക്കാൻ അവിടെ പറയുകയാണ്. 7 times അവനോട് പറയുന്നു. ഒരു പ്രാവശ്യം അവന് മുങ്ങി കഴിഞ്ഞാൽ പിന്നെ യോർദാൻ വേറെയല്ല, അവൻ വേറെയല്ല. യോർദാനും അവനെ വിഭജിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ദാറ്റ് വാസ് ദ ഗ്രേറ്റ് തിങ് വൈ ഹി ഗോട്ട് ഹീലിംഗ് എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. യോർദാനും അവനും ഒന്നായി മാറുന്ന ഒരു അനുഭവമാണ് അവന്റെ ജീവിതത്തിൽ ഒരു ഹീലിംഗ് കൊണ്ടുവരാൻ തക്കവണ്ണം സാധിച്ചത്. പലരുടെ ജീവിതത്തിൽ, ഞാൻ ഇവിടെ സ്നേഹതീരത്തിലായിരിക്കുന്ന സമയത്തും എന്റെ മനസ്സിൽ വരുന്നതാണ്, എന്റെ ഇവിടെ വന്നാൽ പിന്നെ എനിക്ക് ഒത്തിരി ഒന്നുമില്ല, 10 കിലോ എക്സ്ട്രാ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ കൂടിയാണ് ഇരുന്ന്, എന്നാൽ വീണ്ടും ഒരു 10 കിലോ കൂടിയതിന്റെ വൺ ഓഫ് ദ റീസൺസ് എന്ന് പറയുന്നത്, ഇവരുടെ വീട് വിസിറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ വീടിന്റെ വിസിറ്റ് സമയത്ത് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം തരും. എനിക്ക് റിജക്ട് ചെയ്യാൻ പറ്റാത്ത പലരും എന്നോട് പറഞ്ഞു, അച്ഛാ വേണ്ട എന്ന് പറയണം. ഇറ്റ് ഈസ് ഈസി ടു സേ നോ ടു ദം. അതായത് നമുക്ക് മറ്റുള്ളവർ നമ്മളോട് പറയാം, അച്ഛൻ നോ പറയണം, അച്ഛന്റെ ആരോഗ്യമാണ്. യെസ്, ഐ നോ ദാറ്റ്. ബട്ട് അവരുടെ ഭവനത്തിൽ കയറി ചെന്ന് അവരുടെ ഭവനത്തിൽ എന്തെങ്കിലും നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ ആദ്യത്തെ വാക്കാണ് അവരുടെ മനസ്സിൽ വരുന്നത്, അച്ഛൻ നമ്മളെ സ്വീകരിക്കുന്നില്ല. അതായത് അവരുടെ സ്നേഹത്തിൽ എന്തെങ്കിലും പങ്കു ചേരണമെങ്കിൽ അവർ വീട്ടിൽ നൽകുന്നതാണ്. പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല, ഒരു ദിവസം ഞാൻ 15 വീട് കയറുന്നുണ്ട് എന്നുള്ള സംഭവമാണ്. അതാണ് ഒരു പ്രശ്നം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സംഭവമാണ്. അതായത് അവരെ സ്വീകരിക്കുന്നതിന്റെ ഒരു ഭാഗമായി അവർ മനസ്സിലാക്കും. അതായത് ഇപ്പോൾ കുറെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കുറെ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഓക്കെ റൈറ്റ്, ഞാൻ മനുഷ്യനാണ്, ഇതൊക്കെ ഉണ്ട്. കാരണം ഒരിടത്ത് ചായ കുടിച്ചിട്ട് അടുത്ത വീട് 5 മിനിറ്റ് കഴിഞ്ഞ പിന്നെ തണുത്ത ജ്യൂസ് കുടിച്ച ആളാണ് ഞാൻ. മനസ്സിലായില്ലേ? അതാണ് സംഭവം. ഈ അവരോട് ഇണങ്ങി ചേരുവാനുള്ള ചില ശ്രമങ്ങളാണ്. പക്ഷെ ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട്, കുറെ കൂടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കടന്നു വന്നപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് ആരോഗ്യത്തിന്റെ കാര്യങ്ങൾ. ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് ബീയിങ് among one of them. അപ്പൊ ഞാൻ പറയുന്നത് എന്റെ കുടുംബമാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ ഏറെ സന്തോഷമാണ്. ഇവിടെ കഴിഞ്ഞ വർഷം ഒരു പള്ളിയിൽ നിന്ന് ആളുകളെ സന്ദർശിക്കാൻ വേണ്ടി, സ്നേഹിതരെ സന്ദർശിക്കാൻ വന്നു. അവർ ഒന്നും ചെയ്തില്ല തന്നെ. സത്യം പറയുകയാണെങ്കിൽ ഈ പേഷ്യൻസ്, അതായത് എന്റെ കുടുംബാംഗങ്ങൾ, സ്നേഹിതരുടെ കുടുംബാംഗങ്ങള് അവരുടെ കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് പിരിച്ചു പോകുമ്പോൾ, പിരിഞ്ഞവർ പോയി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം തിരിച്ച് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക്. എന്താ കാരണം? അച്ഛാ അവർ ഞങ്ങളെ സ്പർശിച്ചു, അച്ഛാ ഞങ്ങളുടെ തോളെ കൈവച്ചൊക്കെ സംസാരിച്ചു, അച്ഛാ. ദാറ്റ്സ് ദ തിങ്. നമുക്ക് വലിയ സംഭവമല്ല, ഒരാള് നമ്മളെ എത്ര സ്പർശിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ അവർ പറയുന്ന, അച്ഛാ നമ്മുടെ തോളെ കൈവച്ച് സംസാരിച്ചു, അത് ഭയങ്കര അച്ഛാ, ഞങ്ങളെയും തൊടുവല്ലേ അച്ഛാ. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് അവരോട് ഇണങ്ങി ചേർന്ന ഒരു സമയത്ത് ഒരു ഹീലിംഗ് ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറയുന്ന സംഭവം അതാണ്. അവർക്കൊരു ഹീലിംഗ് സംഭവിച്ചത് ആ ഒരു സമയത്താണെന്നാണ് എന്റെ ഒരു വിചാരം. അപ്പോ ഒരു ഹീലിംഗ് അവരോട് ഇണങ്ങി ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ്. ആ ഹീലിംഗ് ഒരു ട്രാൻസ്ഫോർമേഷനായി മാറുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ അത് ഒരു വലിയ നന്മയായി അവരുടെ ജീവിതത്തിൽ മാറുകയാണ്. യോർദാൻ നദി ബൈബിളിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം പുതിയ തുടക്കത്തെയാണ് അവിടെ കാണിക്കുന്നത്. ഇറ്റ് ഷോസ് എ ന്യൂ ബിഗിനിങ് എന്നാണ്. അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് എന്റെ വാക്കുകൾ പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. ലാസ്റ്റ് തിങ് അവിടെ പറയുന്ന ഒരു സംഭവമാണ്, ഹീലിംഗ് ഒരാൾക്ക് സംഭവിച്ചു, പക്ഷെ അതിനകത്ത് ഒരാള് പേഷ്യന്റ് ആയി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരാൾക്ക് ഹീലിംഗ് സംഭവിക്കുന്നു, മറ്റുള്ള ഒരാൾ അവിടെ പേഷ്യന്റ് ആയി മാറുകയും ചെയ്യുന്നു. ഈസ് നൺ അതർ ദാൻ ഗെഹസി. ഗെഹസിയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഗെഹസി ഈ കഥ ഇല്ലെങ്കിൽ ഈ ഒരു സംഭവം അവസാനിപ്പിക്കുമ്പോൾ, നാമാനെ വിട്ടുപോയ കുഷ്ഠം നിന്നെ പിടിക്കട്ടെ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ അവന് രോഗിയായി മാറി പോകുന്നു എന്ന് നമുക്കവിടെ കാണുകയാണ്.
എത്ര അടുത്ത് ദേവാലയത്തോടോ പ്രാർത്ഥനയോടോ ഇരിക്കുന്നു എന്നുള്ളതല്ല, ദൈവത്തോട് എത്ര അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതായത് എപ്പോഴും കൂടെ ഇരിക്കുന്ന ഗെഹസി, എല്ലാ അത്ഭുതങ്ങളെ കണ്ട ഗെഹസി, എല്ലാ നന്മകളെ കണ്ട ഗെഹസി, he was with his master. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മാസ്റ്ററിന്റെ ഹൃദയം മനസ്സിലാക്കാതെ പോകുന്ന ചില സമയങ്ങൾ നമുക്ക് പലരെയും കാണാൻ സാധിക്കും. സോ ക്ലോസ് ടു ദ ചേർച്ച്, ഫാർ ഫ്രം ഗാഡ് എന്ന് പറയുന്ന സംഭവം. സോ ക്ലോസ് ടു ദ ചേർച്ച് ബട്ട് ഫാർ ഫ്രം ഗാഡ് എന്നുള്ള സംഭവം ജീവിതങ്ങളിൽ നമുക്ക് ബലം നൽകുന്നത് ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോഴും ദൈവ മനസ്സോട് കൂടെയും അടുത്ത് നിൽക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിങ്ങിന് സാധ്യതയുണ്ടെന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഭാഗം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം, ഹീലിംഗ് ആസ് ട്രാൻസ്ഫോർമേഷൻ, ടോട്ടൽ ഹോളിസ്റ്റിക് ഒരു ഹീലിംഗ്. ഒരാൾ ലെപ്രസിന്ന് സൗഖ്യമായി പോകുകയില്ല. സി നായമാനെ കുറിച്ച് നമുക്ക് മുന്നോട്ട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇഫ് യു ഗോ ത്രൂ ദ വേഴ്സസ് ഫോർവേഡ് from 15 to other words and 17 words and saying that he is begging for a sand. അവിടെ പറയുന്നത് ഇച്ചിരി മണ്ണ് കിട്ടിയാൽ മതി, 2 ചാക്ക് മണ്ണ് മതി എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ. അതാണ് അവൻ പറയുന്നത്, 2 ചാക്ക് എർത്ത് നമുക്ക് മതി, മണ്ണ് മതി കൊണ്ടുപോകാൻ. കാരണം ഞാൻ ഇനി ഉണങ്ങേണ്ടത് ഇതിലാണ്. വലിയ സംഭവം മനസ്സിലാക്കിയിട്ടുണ്ടോ? there is no recommendation now, there is no bondage of wealth now, there is no bondage of pride now, there is no bondage of pure and impure now. എല്ലാം പോയി കിട്ടുകയാണ്, എല്ലാം പോയി കിട്ടുകയാണ്. ഞാൻ പറയാൻ ശ്രമിച്ചത് ഇവന്റെ ജീവിതത്തിലുണ്ടായ ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ് ആസ് ട്രാൻസ്ഫോർമേഷൻ. അവൻ പറയുകയാണ്, എനിക്ക് ഇന്ന് ഇത് മതി, ഇന്നും ഇത് മതി, ഞാൻ ദൈവത്തെ യാഗപീഠം പണിഞ്ഞ് ഞാൻ അവനെ ആരാധിക്കാം. അപ്പോൾ ഇന്ന് ദൈവവചനം നമ്മൾ പൂർത്തിയാക്കുന്ന സമയത്ത് ഹീലിംഗ് ആസ് ട്രാൻസ്ഫോർമേഷൻ ജീവിതങ്ങളും മനസ്സിന്റെ ജീവിതങ്ങളും മാറുവാൻ തക്കവണ്ണം സാധിക്കുകയാണെങ്കിൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളെ നമുക്ക് മുന്നോട്ട് കാണാൻ വേണ്ടി സാധിക്കും. God is there to heal you, to strengthen you, to give a holistic healing in this world. Transformation through healing. Your smiles, your touch, your single, each and every words will give a huge difference in a patient's life. ഓരോരുത്തരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളെ കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ സൗഖ്യമാക്കുന്ന കരങ്ങൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന നമുക്ക് ഏവർക്കും ദൈവം സൗഖ്യമാക്കുന്ന കരങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക എന്നാണ് പറഞ്ഞത്. ക്രൂസിൽ കിടക്കുന്ന കർത്താവ് പറയുന്നു, എന്റെ കരങ്ങൾ ആണിയടിച്ചവയാണ്. ഐ ഗീവ് മൈ ഹാൻഡ്സ് ടു യു ടു ഹീൽ ദിസ് പീപ്പിൾ. നിന്നെ സൗഖ്യമാക്കുന്ന കരങ്ങളായിട്ട് ദൈവം ഈ ലോകത്തിൽ നമ്മളെ വിട്ടിരിക്കുകയാണ്. ഈ ഹീലിംഗ് ഒരു ട്രാൻസ്ഫോർമേഷൻ ആകുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തിന്റെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിലെ നന്മകളെ കാണാൻ സാധിക്കും. അതിനാൽ ദൈവം നമുക്ക് ബലപ്പെടുത്തുകയും ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.